തൊടുപുഴ ചീനിക്കുഴി കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി കുറ്റക്കാരനാണ് എന്ന് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു. ശിക്ഷാവിധി മറ്റന്നാളുണ്ടാകും. ലാൽ കൃഷ്ണനുടെ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന്. ലാൽ, വിശദാംശങ്ങൾ. പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് സ്വത്തിനും പണത്തിനും വേണ്ടി സ്വന്തം മകനെയും മകൻ്റെ ഭാര്യയും 2 മക്കളെയും ചുട്ടുകൊന്ന കേസിലാണ് നിലവിൽ ജില്ലാ സെഷൻസ് കോടതി, അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. 30-ാം തീയതി പ്രതിക്കുള്ള ശിക്ഷ വിധിക്കും എന്നുള്ള കാര്യം കൂടി കോടതി അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അടക്കം ഇടപെട്ട കേസായിരുന്നു ഇത്. പ്രതിക്ക് ജാമ്യം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ സമയത്ത് ജാമ്യത്തിന് പകരം കേസ് പെട്ടെന്ന് തീർപ്പാക്കാമെന്ന രീതിയിൽ കണക്ക് കൂട്ടിക്കൊണ്ട് 2025 ഒക്ടോബറിൽ തന്നെ കേസ് തീർപ്പാക്കണം എന്ന നിർദ്ദേശം ഹൈക്കോടതി തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിൽ മറ്റ് കേസുകൾ മാറ്റിവെച്ചുകൊണ്ടായിരുന്നു ഇതിൻ്റെ വാദം നടന്നത്. പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പെട്രോൾ ഒഴിച്ചുകൊണ്ട് കരുതിക്കൂട്ടി നടത്തിയ ഒരു കൊലപാതകം എന്നുള്ളത് തന്നെയായിരുന്നു. വിൽപ്പനയ്ക്കാണ് എന്ന രീതിയിൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന പെട്രോള് മനഃപൂർവ്വം പ്രതി ചെറിയ കുപ്പികളിലേക്കാക്കി മാറ്റുകയും അത് ഈ 4 പേർ കിടന്നുറങ്ങിയ കിടപ്പുമുറിയിലേക്ക് കത്തിച്ചൊഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല തുടരെ ചെറിയ കുപ്പികളാക്കി വെച്ചിരുന്ന പെട്രോൾ കുപ്പികൾ ഈ മുറിയിലേക്ക് എറിഞ്ഞ് മനഃപൂർവ്വം ഇവരെ കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കിയിരുന്നു. പ്രധാന സാക്ഷി എന്ന് പറയുന്നത് അയൽവക്കക്കാരനും ഉറ്റ സുഹൃത്തുമായിരുന്ന രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ഹമീദ എന്ന് പറയുന്ന പ്രതി നേരിട്ട് പെട്രോൾ കുപ്പി എറിയുന്നത് കണ്ണുകൊണ്ട് കണ്ട ഒരു സാക്ഷി കൂടിയാണ്. മാത്രമല്ല ഇവർ ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്ന കണക്കൂട്ടലിൻ്റെ പുറത്ത് ആ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം, ആ വീട്ടിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെതായ എല്ലാ ലഭ്യതയും, ടാപ്പിലെ വെള്ളം തുറന്നു വിടുക, കിണറിൽ നിന്ന് വെള്ളം അടിക്കാനുള്ള മോട്ടറിൻ്റെ കണക്ഷൻ വിച്ഛേദിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന കാര്യം കൂടി സയൻറ്റിഫിക് ആയിട്ട് തന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു. പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റി ആ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. പെട്രോൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവച്ച് മനഃപൂർവ്വം അപകടത്തിലേക്കുള്ള സാധ്യതയുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പ്രതിയായിട്ടുള്ള ഹമീദെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലേറ്റ പൊള്ളലുകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പ്രതിയുടെ പ്രായം അടക്കമുള്ള കാര്യങ്ങൾ കണക്കാക്കണം എന്ന കാര്യം കൂടി പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു എങ്കിൽ പോലും അത് ഏത് രീതിയിൽ കോടതി കണക്കാക്കുമെന്നുള്ളത് കണ്ടറിയണം. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകം, 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, നിഷ്കളങ്കരായ 2 കുഞ്ഞുങ്ങളെ അടക്കം ക്രൂരമായി കൊലപാതകം നടത്തിയതാണ്. വെന്ത് മരിക്കുന്ന രീതിയിലാണ് ഇവരെല്ലാവരും മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണം എന്നൊരു കാര്യം കൂടിയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. എന്താണെങ്കിലും 2022 മാർച്ച് 19 നടന്ന സംഭവത്തിലാണ് 2025 ഒക്ടോബർ 30-ാം തീയതി വിധി പറയാൻ വേണ്ടി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. പരമാവധി ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇന്ന് ഉന്നയിച്ചത്. മറ്റന്നാളാണ് ശിക്ഷാവിധി. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തൊടുപുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.